നമസ്കാരം. 5ാം ക്ലാസ്സിലെ എൻ്റെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇൻഫോ മിററിലേക്ക് സ്വാഗതം. നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് ദ ഡോട്ട്സ് എന്ന് പറയുന്ന നിങ്ങളുടെ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റിയും ഉടനെ ഇടാമെന്ന് പറഞ്ഞിരുന്നു. ആ വീഡിയോ ആണ് ഇതാ ഇപ്പം തന്നെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചാപ്റ്ററൊക്കെ നന്നായിട്ട് വായിച്ചില്ലേ? ക്വസ്റ്റ്യൻ ആൻസറൊക്കെ എഴുതാൻ നോക്കിയായിരുന്നോ? ആ സ്റ്റോറിയൊക്കെ എന്താണെന്ന് നോക്കിയായിരുന്നോ? അപ്പോൾ അതാ നോക്കിയേ, ഒട്ടും വൈകുന്നില്ല, വീഡിയോയിലേക്ക് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചോദ്യോത്തരങ്ങൾ നോക്കാം മക്കളെ. നോക്കിയേ, ലെറ്റസ് എക്സ്പ്ലോർ ദി സ്റ്റോറി. എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ? വൈ വാസ് വഷ്ടി സാഡ്? വഷ്ടി എന്തിനാണ് വിഷമിച്ചിരുന്നത്? ബിക്കോസ് ഷീ ബിലീവ്ഡ് ഷീ കുഡിൻറ്റ് ഡ്രോ. പടം വരയ്ക്കാൻ പറ്റില്ല എന്ന് കരുതി വിഷമിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ദ ടീച്ചർ ആസ്ക് വഷ്ടി ടു ഡു ആഫ്റ്റർ ഷീ ഹാഡ് ഡ്രോൺ ദ പിക്ചർ ഓഫ് എ ഡോട്ട്? അപ്പോൾ ടീച്ചർ എന്താ പറഞ്ഞത്? ഒരു ഡോട്ടിൻ്റെ പിക്ചർ വരച്ച് കഴിഞ്ഞപ്പോൾ എന്താ പറഞ്ഞത് ടീച്ചറെ കുട്ടിയോട്? സൈൻ ചെയ്യാനല്ലേ പറഞ്ഞത്. എന്താ പറഞ്ഞത്? ദ ടീച്ചർ ആസ്ക്ഡ് വഷ്ടി ടു സൈൻ ഹെർ നെയിം ഓൺ ദി ഡ്രോയിങ്. പേരെഴുതി ഒപ്പിടാൻ പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് വഷ്ടീസ് ടീച്ചർ ഡു വിത്ത് ഹർ പിക്ചർ? അവളുടെ പിക്ചർ കൊണ്ട് ടീച്ചർ എന്താ ചെയ്തത്? വഷ്ടീസ് ടീച്ചർ ഫ്രെയിം ദ പിക്ചർ ആൻഡ് ഹങ് ഇറ്റ് അബോവ് ഹർ ഡെസ്ക്. അല്ലേ? എന്ത് ചെയ്തു? പിക്ചറിൻ്റെ അത് ഫ്രെയിം ചെയ്തിട്ട് ടീച്ചറിൻ്റെ ഡെസ്കിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഹാങ് ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ, വൈ ഡിഡ് വഷ്ടി തിങ്ക് ഷീ കുഡ് മേക്ക് ആൻ ഈവൻ ബെറ്റർ ഡോട്ട്? ഇതിൽ നല്ല ഡോട്ട് വരയ്ക്കാൻ പറ്റും എന്ന് വഷ്ടി ചിന്തിച്ചില്ലേ? എന്താ അങ്ങനെ ചിന്തിക്കാൻ കാര്യം? വഷ്ടി തോട്ട് ഷീ കുഡ് മേക്ക് ഈവൻ ബെറ്റർ ഡോട്ട് ബിക്കോസ് സീയിങ് ഹർ ഫ്രെയിംഡ് ഡോട്ട് ഡിസ്പ്ലേഡ് ഇൻ ദ ക്ലാസ് റൂം ഇൻസ്പയർഡ് ഹർ ടു ട്രൈ ക്രിയേറ്റിംഗ് മോർ. എന്താണ്? ഇപ്പോൾ ആ കൊച്ചിൻ്റെ ആ കുട്ടിയുടെ ആ പടം കണ്ടപ്പോൾ എന്ത് ചെയ്തു? അടിപൊളിയായിട്ടൊക്കെ ടീച്ചർ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചപ്പോൾ ഇതിലും നന്നായിട്ട് ഞാൻ കുത്തൊക്കെ ഇട്ടാൽ ഇതിലും മനോഹരമായേനെ എന്നൊരു ചിന്ത വരുമല്ലേ? പുതിയത് വരയ്ക്കാനൊരു പ്രോത്സാഹനമാണത് അല്ലേ? അങ്ങനെയാണ് അവളത് വരച്ചതല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വഷ്ടി ആസ്ക്ഡ് ദ ബോയ് ടു സൈൻ ഹിസ് പിക്ചർ. വൈ? വഷ്ടി എന്തിനാണ് ആ കുട്ടിയോട് പിക്ചറിൽ സൈൻ ചെയ്യാൻ പറഞ്ഞത്? എന്തിനാണ്? വഷ്ടി ആസ്ക്ഡ് ദ ബോയ് ടു സൈൻ ഹിസ് പിക്ചർ ടു എൻകറേജ് ഹിം ടു ടേക്ക് പ്രൈഡ് ഇൻ ഹിസ് വർക്ക് ആൻഡ് ബിലീവ് ഇൻ ഹിസ് ആർട്ടിസ്റ്റിക് പൊട്ടൻഷ്യൽ. കേട്ടോ? എന്താണ് വഷ്ടി എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? അവന് ഒരു കഴിവുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു പടം വരയ്ക്കുമ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഫ്രെയിമൊക്കെ ചെയ്ത് ഒപ്പൊക്കെ ഇട്ടതിന് ശേഷം അവൾ എന്ത് ചെയ്യും? നന്നായിട്ട് ഡിസൈനൊക്കെ ചെയ്ത് കൊണ്ടുവന്ന് എവിടെയെങ്കിലും ഇങ്ങനെ വയ്ക്കും. അപ്പോൾ അത് കാണുമ്പോൾ വഷ്ടിക്ക് വന്നതുപോലെ അവനും എന്ത് തോന്നും? എൻ്റെ പടമൊക്കെ കൊള്ളാലോ എന്നൊരു ചിന്തയുണ്ടാകും, എന്നെ കൊണ്ട് വരയ്ക്കാൻ പറ്റുമല്ലോ എന്നൊരു ചിന്തയുണ്ടാകും. അപ്പോൾ എന്ത് ചെയ്യും? അവൻ കൂടുതൽ വരയ്ക്കും. അങ്ങനെ അവൻ്റെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റും. അതുകൊണ്ടാണ് അവൾ അങ്ങനെ ചെയ്തത് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ദ ബോയ് ഡു നെക്സ്റ്റ്? ഇനി ആ കുട്ടി എന്താ ചെയ്യുന്നത്? ദ ബോയ് വിൽ ഗെയിൻ കോൺഫിഡൻസ് ആൻഡ് ഹി വിൽ ഡ്രോ മോർ പിക്ചേഴ്സ്. ആ കുട്ടി എന്ത് ചെയ്യും? അവൻ കോൺഫിഡൻസ് ഉണ്ടാക്കി കൂടുതൽ പിക്ചേഴ്സ് വരയ്ക്കും അല്ലേ? ഉറപ്പായിട്ടും അങ്ങനെയായിരിക്കും കുട്ടി ചെയ്യുക അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കേട്ടോ. അപ്പം മക്കളെ, നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? വീഡിയോ ലൈക്ക് ചെയ്തോ? ഒന്ന് ലൈക്ക് ചെയ്തേ. കമൻറ്റ് ചെയ്യാൻ പറ്റില്ല, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം കേട്ടോ. ഇനി എന്താണ് ആക്ടിവിറ്റി 1 ആയിട്ട് തന്നിട്ടുള്ളത്? പിക്ചേഴ്സ് നോക്ക്. ഒരു സിംഹം, ഒരു എലി ദേ വന്നു. സിംഹം എലിയെ വഴക്ക് പറയുന്നു, ദേഷിച്ച് നിൽക്കുന്നു. അപ്പോൾ പിന്നീട് നോക്കിയ എലി ഓടിപ്പോകുന്നു, സിംഹം അതിനെ വെറുതെ വിട്ടു. പിന്നെ സിംഹം ദേ ഇങ്ങനെ ഹാപ്പി ആയിട്ട് വരുന്നു, ഒരു വേട്ടക്കാരൻ്റെ വലയിൽ വീഴുന്നു. പിന്നീട് ദേ എലി സിംഹത്തിൻ്റെ അടുത്ത് വരുന്നു. സിംഹം എന്ത് ചെയ്യുന്നു? വലയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ പണ്ട് കേട്ടിട്ടുള്ള കഥ തന്നെയാണ്. നോക്കാം എന്താണ്? ഒരിടത്തൊരു കാട്ടിൽ ഒരു എലി ഉണ്ടായിരുന്നു, ഒരു സിംഹം ഉണ്ടായിരുന്നു. ഒരു ദിവസം സിംഹം എലിയും തമ്മിൽ കണ്ടു. അപ്പോൾ എങ്ങനെയാ? എലി ഇങ്ങനെ സിംഹം കടന്നെടുക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ കുഴിച്ച് വന്നപ്പോൾ എവിടെ ആയിപ്പോയി? സിംഹത്തിൻ്റെ അടുത്തായിപ്പോയി. ഇപ്പോൾ സിംഹത്തിൻ്റെ ഉറക്കം ഇങ്ങനെ എന്ത് ചെയ്തു? തടസ്സപ്പെടുത്തിയിട്ട് സിംഹം ഇങ്ങനെ ദേഷിച്ച് വരുമ്പോൾ എലി മാപ്പ് പറഞ്ഞിട്ടങ്ങ് പോവും. അങ്ങനെ സിംഹം എന്ത് ചെയ്യും? മാപ്പ് കൊടുക്കും, നീ പൊയ്ക്കോ എന്ന് പറയും അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരിടത്തുകൂടി ഇങ്ങനെ സിംഹം നടന്നു വന്നപ്പോൾ എന്ത് ചെയ്തു? ഒരു കെണിയിൽ സിംഹം അടങ്ങപ്പെട്ടു, ഒരു വലയിൽ. അപ്പോൾ ആര് പറയും? ഈ എലി വന്നിട്ട് എന്ത് പറയും? ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് വന്ന് ആ വല കരണ്ട് മുറിച്ചിട്ട് സിംഹത്തെ രക്ഷപ്പെടുത്തും. നമ്മൾ പണ്ട് വായിച്ച കഥയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം?
ഇംഗ്ലീഷിൽ എഴുതാം. വൺസ് ഇൻ എ ജംഗിൾ ദെയർ വാസ് എ സ്ട്രോങ് ലയൺ. ഒരിക്കൽ ഒരു സ്ട്രോങ് ലയൺ ഉണ്ടായിരുന്നു. എവിടെ? ഒരു കാട്ടിൽ. വൺ ഡേ എ ടൈനി മൗസ് ആക്സിഡൻ്റലി വോക്ക് ഹിം അപ്പ്. അവൻ കിടന്ന് ഉറങ്ങിയ സമയത്ത് ഒരു കുഞ്ഞനെലി വന്ന് അതിനെ ഉണർത്തി. ആരെ? സിംഹത്തിനെ. ദ ലയൺ കോട്ട് ദി മൗസ്. ലയൺ മൗസിനെ പിടിച്ചു. ദി മൗസ് ബെഗ് ടു ബി സെറ്റ് ഫ്രീ, പ്രോമിസിങ് ടു ഹെൽപ്പ് സം ഡേ. എന്ത് ചെയ്യും? എന്നെ വെറുതെ വിടണം, താങ്കളെ ഒരിക്കൽ ഞാൻ സഹായിക്കാമെന്ന് പറയും. ദ ലയൺ ലാഫ്ഡ് ബട്ട് ലെറ്റ് ദ മൗസ് ഗോ. അത് കേട്ടിട്ട് നീ എന്നെ സഹായിക്കാനോ എന്ന് പറഞ്ഞ് ചിരിച്ചെങ്കിലും അതിനെ വെറുതെ വിട്ടു. ലേറ്റർ ഹണ്ടേഴ്സ് ട്രാപ്ഡ് ലയൺ ഇൻ എ നെറ്റ്. ഉണ്ടോ? വേട്ടക്കാരൻ എന്ത് ചെയ്തു? സിംഹത്തെ ഒരു വലയ്ക്കുള്ളിലാക്കി. ദ ലയൺ റോർഡ് ഫോർ ഹെൽപ്പ്. എന്ത് ചെയ്തു? ലയൺ എന്ത് ചെയ്യാണ്? ലയൺ ഉണ്ടാക്കുന്ന സൗണ്ട് എന്താണ്? റോറാണ് കേട്ടോ. ലയൺ റോർ ചെയ്തു ഹെൽപ്പിന് വേണ്ടി. ദ മൗസ് ഹേർഡ് ആൻഡ് റഷ് ടു ഹെൽപ്പ്. ആ റാറ്റ് അല്ലെങ്കിൽ ആ മൗസ് എന്ത് ചെയ്തു? ഓടി വന്ന് അവനെ സഹായിക്കാൻ. ഹി നോഡ് ത്രൂ ദ നെറ്റ് വിത്ത് ഹിസ് ഷാർപ്പ് ടീത്ത് ഫ്രീയിങ് ദ ലയൺ. എന്ത് ചെയ്തു? കടിച്ചു മുറിച്ചിട്ട് ആ ലയണിനെ ആ വല കടിച്ചു മുറിച്ചങ്ങ് രക്ഷപ്പെടുത്തി. ദ ലയൺ ലേൺ ദാറ്റ് ഈവൻ സ്മോൾ ഫ്രണ്ട്സ് ക്യാൻ ബി മൈറ്റി. എന്താണ്? ബലം വലിയവർക്ക് മാത്രമാണോ? അല്ല, ചെറിയവനും അവൻ്റേതായ ബലവും കഴിവൊക്കെ ഉണ്ടെന്ന് ആർക്ക് മനസ്സിലായി? ലയണിന് മനസ്സിലായി. ദേ ബിക്കെയിം ഫ്രണ്ട്സ് ആൻഡ് ഹെൽപ്ഡ് ഈച്ച് അതർ ഇൻ ദ ജംഗിൾ. അവസാനം അവരാരായി മാറി? ഫ്രണ്ട്സായി മാറി. എന്നിട്ട് ജംഗിളിൽ അവർ പരസ്പരം സഹായിക്കാനും തുടങ്ങി. നല്ല കഥയല്ലേ? ചുരുക്കിയല്ലേ എഴുതിയിരിക്കുന്നത്? ഇതിലും ചെറുതാക്കണോ? വേണ്ട. അപ്പം ഇത്രയേ ഉള്ളൂ. ഇതുകൂടി ഒന്ന് പഠിച്ചു വെച്ചേരെ. മിടുക്കരായിട്ടിരിക്കണം, നന്നായിട്ട് പഠിക്കണം. എപ്പോഴും എന്തിനാ ഇങ്ങനെ പറയുന്നതല്ലേ? എന്നാലല്ലേ നിങ്ങൾ മറക്കാതെ എപ്പോഴും മിടുക്കരായിട്ടിരിക്കുള്ളൂ. മിടുക്കരായിട്ടിരിക്കണം, നന്നായിട്ട് പഠിക്കണം. അടുത്ത ചാപ്റ്റർ ഉടനെ നോക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ നോക്കുന്നതായിരിക്കും. അപ്പം മിടുക്കരായിട്ടിരിക്കും മക്കളെ. ഓൾ ദ ബെസ്റ്റ്.